ഹായ് ഗൈസ്, E4 വെറൈറ്റി ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ദീപാന്നാർന്നുള്ള സ്ഥലത്തുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏകദേശം പരപ്പേന്ന് ഒരു കിലോമീറ്റർ കുറച്ചുള്ളിലേക്ക്. അപ്പോൾ സംഭവത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് സംഭവമാണ് അടയ്ക്ക പൊളിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് രീതി പറഞ്ഞാൽ അടയ്ക്ക ഒടിക്കുന്നു പറയും. അപ്പോൾ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു 3-4 പേരുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരപ്പ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടയ്ക്ക പൊളിക്കാനുള്ളവരും അടയ്ക്ക കൃഷിക്കാർ കർഷകരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ പരമാവധി ഒന്ന് ഈ സംരംഭം ഒന്ന് വിജയിപ്പിക്കണം. അടയ്ക്ക പൊളിക്കുന്നതാണ്. ആ മെഷീൻ എല്ലാ ഐറ്റംസും അവരുടെ കയ്യിലുണ്ട്. നിമിഷ നേരം കൊണ്ട് അവർ അടയ്ക്ക പൊളിച്ചിട്ടുന്നതായിരിക്കും. കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് അവരുടെ അതിൻ്റെ മെഷീൻ്റെ പ്രവർത്തനവും എങ്ങനെയൊക്കെയാണെന്നൊക്കെ പേരെങ്ങനെ ക്ലാരമ്മ ജോസഫ്. ഇപ്പോൾ ഈ സംരംഭം തുടങ്ങിയിട്ട് കുറേ ആയോ? ഇല്ല, 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഇത് ശരിക്കും സ്ഥലം എവിടെയാണ്? വെള്ളരിക്കുണ്ട് താലൂക്ക്, പരപ്പ പ്രതിഭാനാറ്. പിന്നിരിക്കുന്നത് ഇത് റീബിൽഡ് കേരളയുടെ ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒരു ചെറിയ തുക നമുക്ക് ലോണായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഉള്ള ബാങ്കുകളിൽ നിന്നൊക്കെ ലോണായിട്ട് എടുത്തിട്ട് നടത്തുന്നത്. ചേച്ചി ഒറ്റയ്ക്കുള്ളോ? സ്റ്റാഫുണ്ട്, 3 പേരുണ്ട്. 3 പേരുണ്ടല്ലേ? എല്ലാം നമ്മൾ വനിതകൾ തന്നെയാണോ? അല്ല, 2 വനിതയും 1 മെയില്. പൊളിക്കുന്നതെന്ന് ഞങ്ങൾ പറയും. സാധാരണ ഈ നാട്ടിൽ പറയുന്ന അടയ്ക്ക ഒലിക്കുന്നതെന്നാണ്. അത് ഇപ്പൊ അടയ്ക്ക കൊണ്ടുവന്ന് കഴിയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മോഡലിൽ പല അടയ്ക്കയാണ്. മഴ അടയ്ക്കയുണ്ട്, പിന്നെ നല്ല അടയ്ക്കയുണ്ട്. അപ്പോൾ ചില അടയ്ക്കകത്ത് കല്ലൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ തിരിഞ്ഞ് പെറുക്കിയിട്ട് നമ്മുടെ ഈ പിന്നെ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ട്രാക്കിൽ കൂടെ കയറി നല്ല അടയ്ക്കായിട്ട് തന്നെ നമുക്ക് വരും. അതിന് പ്രത്യേകിച്ച് അതിന് പൊട്ടലോ കരിക്കൊട്ട പൊടിഞ്ഞു പോലെ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ട് അടയ്ക്ക കിട്ടുന്നുണ്ട്. വന്നവർക്കൊക്കെ നല്ല സംതൃപ്തിയാണ്. ഞാൻ തന്നെ ജസ്റ്റ് വരുമ്പോൾ അത് കാണുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുമോ? കുറച്ച് ഇട്ടിട്ട് കാണിക്കുമോ? കാണിക്കുന്നതിന് കുഴപ്പമില്ല. എങ്ങനെയൊക്കെയാണ് തുടക്കം പോലെ ജസ്റ്റ് കാണിക്കുക കേട്ടോ. എൻ്റെ മെഷീൻ അതായിരിക്കും അല്ലേ? മെഷീൻ ഇപ്പം ഇങ്ങനെ ഇവിടെ നേരത്തെ ഇങ്ങനെ അത് നമ്മൾ ആദ്യം അടയ്ക്ക കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് അവർക്ക് വെയിറ്റ് കൊടുക്കും. പിന്നെ ആ അടയ്ക്ക എടുത്തിട്ട് തിരിയും നല്ല വൃത്തിയായിട്ട്. എന്ന് വെച്ചാൽ അതിൽ കല്ലും മണ്ണും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ അടയ്ക്ക നമ്മൾ മെഷീനിലേക്ക് ഇടുന്നത്. അതെല്ലേ?
ആ ഇങ്ങനെയാണ് സംഭവങ്ങളല്ലേ. നല്ല കിടലിന് സൂപ്പറായല്ലോ സംഭവം.